നിങ്ങൾക്കിപ്പോൾ ഒരു 10 ഉറുപ്പ്യ കിട്ടണമെങ്കിൽ നിങ്ങളെ പാരൻസിനെ ആശ്രയിക്കണം. നമുക്കുണ്ടല്ലോ ഒരു 10-25 വയസ്സൊക്കെ ആയി വലിയ യുവാവായി യുവതിയൊക്കെ ആയി വരുമ്പോൾ നമ്മൾ സ്വന്തം കാലിൽ നിന്നിട്ടില്ലെങ്കിൽ അതിലും വലിയ സങ്കടം വേറൊന്നും ഉണ്ടാവില്ല. മൊത്തത്തിൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്ന യൂണിസെൻ്റെ ഒരു സിസ്റ്റത്തിനാണ്. നല്ലൊരു ഹാർമണിയിൽ വർക്ക് ചെയ്യുന്ന സിസ്റ്റം ഉണ്ട്. ലൈബ്രറി ആയാലും ഫാക്കൽറ്റീസ് ആയാലും എക്സാംസ് എല്ലാം നല്ല ഓൾ ഇന്ത്യ ലെവലിലുള്ള കറക്റ്റ് അപ്രോച്ച് ചെയ്തിട്ടുള്ള എല്ലാ ടൈപ്പ് ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, അസേർഷൻ റീസൺ എല്ലാം നീറ്റിൻ്റെ ആ കറക്റ്റ് ലെവലിലുള്ള ഒരു എക്സാംസ് അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പുതുതായിട്ടുള്ള ചേഞ്ചസ്, എക്സാം പാറ്റേണിലുള്ള ഡിഫറൻസ് എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതിനനുസരിച്ച് നമ്മുടെ പ്രിപ്പറേഷനിൽ വേണ്ട ഗിയർ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം നമ്മൾ ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ നമുക്കതിന് എക്സ്ട്രാ വേണ്ട സമയത്ത് വേണ്ട ക്ലാസ്സുകൾ, GK, ലാംഗ്വേജ്, അതിൻ്റെ എല്ലാ ക്ലാസ്സുകളും യൂണിവേഴ്സിറ്റി കൃത്യസമയത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പല സാധനങ്ങളും ഞാൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. പഠിത്തമല്ലാതെ ലൈക്ക് ഡിസിപ്ലിൻ, ഈ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കി പഠിക്കുക. പിന്നെ ഇവിടെ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം, ടോക്സിസിറ്റി പറഞ്ഞൊരു സാധനമേ ഇല്ല. നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മൾ ബാക്കിയുള്ളവരെയും സഹായിക്കുക. അങ്ങനെ ഒരു കോമ്പറ്റീറ്റീവ് എക്സാം ആണെന്നിട്ട് നമ്മൾ ബാക്കിയുള്ളവരെ താത്തിയിട്ട് കയറി പോവുക, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി അല്ല. നമ്മൾ പഠിക്കുക, ബാക്കിയുള്ളവരെയും പഠിപ്പിക്കുക. അതൊരു വളരെ ആവശ്യമുള്ള മെൻറ്റാലിറ്റി. നിങ്ങളൊരു കോമ്പറ്റീറ്റീവ് എക്സാമിന് പഠിക്കാൻ വെച്ചിട്ട് നിങ്ങൾ ബാക്കിയുള്ളവരെയും കൂടുതൽ സഹായിക്കുക. നിങ്ങൾ ബാക്കിയുള്ളവരെ സഹായിക്കുമ്പോൾ അത് നിങ്ങളെയാണ് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. ഹോസ്റ്റലിലായിരുന്നു. പിന്നെ ഞാൻ എന്തൊക്കെയാണ് പഠിച്ചത് അതൊക്കെ വൃത്തിക്ക് ഒരു ബേസ് സ്ട്രോങ് ആക്കാൻ നല്ലോണം ഹെൽപ്പ് ചെയ്തണം ഹോസ്റ്റൽ. സീനിയേഴ്സ് ആയിക്കോട്ടെ ജൂനിയേഴ്സ് ആയിക്കോട്ടെ എല്ലാവരായിട്ടും നല്ലൊരു ബോണ്ടും അവിടുന്ന് അവരായിട്ടുള്ള ഹെൽപ്പോ സീനിയേഴ്സൊക്കെ നല്ല ഹെൽപ്പ് ചെയ്യുന്നു. +1 പഠിക്കുന്ന സമയത്ത് തന്നെ റിപ്പീറ്റേഴ്സിനോടൊക്കെയായിരുന്നു ഞാൻ ഡൗട്ട് വെച്ചിരുന്നത്.